കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി ജനറേറ്ററിലെ പുക ശ്വസിച്ച് സമീപത്തെ സ്കൂളിലെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 15-ലധികം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുകയാണ് കാസർഗോഡ്. അരുൺ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം? ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എങ്ങനെ? അരുൺ. റിജിത്തെ, കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 15ഓളം കുട്ടികൾക്കാണ് ഈ ശാരീരിക അവശത ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്തെ ഈ കറണ്ട് ഉണ്ടായിരുന്നില്ല. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ രാവിലെ മുതൽ തന്നെ ഈ ജനറേറ്റർ പ്രവർത്തിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ജനറേറ്ററിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു പുക ഉയർന്നു. ഈ പുകക്കുഴൽ കാര്യക്ഷമമായി ജനറേറ്ററിൽ പ്രവർത്തിച്ചില്ല എന്നതാണ്, സാങ്കേതിക പ്രശ്നമാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും ഈ ജനറേറ്ററിൽ നിന്നുള്ള പുക തൊട്ടടുത്ത ഒരു മതിലിനപ്പുറത്തേക്കുള്ള ഈ ലിറ്റിൽ സ്കൂളിലേക്കും എത്തി. വിദ്യാർത്ഥികൾക്ക് 15ഓളം വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലുമായാണ് ഈ 15 കുട്ടികളും ചികിത്സയിൽ കഴിയുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഈ സ്കൂൾ അധ്യാപകരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ജനറേറ്ററിന്റെ പ്രശ്നങ്ങളാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.